അല്ലേ? അത് വഹാബികളും പറയും. എവിടെ നിങ്ങള്? ഞമ്മളെ MM അക്ബർ സംവാദം നടത്തുക. അപ്പൊ ഒരു താത്ത മൗലവിനോട് ചോദിച്ചു, ഈ മലക്കുകള് മനുഷ്യന്റെ നന്മയും തിന്മയും ഒരു മനുഷ്യൻ മനസ്സിൽ കരുതിയ നന്മയും തിന്മയൊക്കെ എഴുതുമല്ലോ, അള്ളാഹ്ക്കല്ലേ മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയാൻ കഴിയുള്ളൂ? കാരണം ഈ വയലിട്ട് താത്ത വണ്ടി കയറിയാണ്. അള്ളാഹ് ആർക്ക് കഴിവ് കൊടുത്തോ ഓലെന്ത് ചെയ്യും? കാണും, കേൾക്കും. അത് അള്ളാഹ് കൊടുത്ത പവറാണ്. അപ്പോ MM അക്ബറിനോട് മലക്കുകൾ എങ്ങനെ അറിയാം? അപ്പൊ അക്ബർ മൗലവി നീച്ചിട്ട് പറഞ്ഞു, അത് അള്ളാഹു താല കൊടുത്തത് അറിയാൻ കഴിയും, അള്ളാഹു താല പഠിപ്പിച്ചത് പറയാൻ കഴിയും, അള്ളാഹു താല കൊടുത്ത കഴിവ് കൊണ്ട് കാണും. അപ്പൊ ഇത് മാന്തളുടെ കണ്ണോലെ ആകണം. ഒന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മട്ടത്തിലാക്കിക്കൂടെ? ചിത്താന്തം വഹാബിയാളുദേം അവനാന് വേണ്ടതേ കാണുള്ളൂ. മാന്തലിന്റെ കണ്ണോല ഒറ്റ കണ്ണേറ്റാ നടക്കുക. എല്ലാം വേണ്ടേ കാണുക. അക്ബർ മൗലവിന്റെ മറുപടി, ഒരു മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിനല്ലേ അറിയാൻ കഴിയുക? പിന്നെ മലക്കുകൾ എങ്ങനെയാണ് നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മനസ്സ് കാണും. ആര്? അള്ളേ കാണുള്ളൂ. മലക്ക് കാണൂല, പ്രവാചകന്മാര് കാണൂല, മൊയ്തീൻ ഷെയ്ഖ് കാണൂല. ഇതല്ലേ വഹാബികളെ വർത്താനം. അവർത്താനത്തിൽ വണ്ടി കയറിയ താത്താന്റെ ചോദ്യമാണ്. മലക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പടച്ച തമ്പുരാൻ കൊടുത്ത കഴിവുകൾ മലക്കുകൾക്കുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് ആ കഴിവുകൾക്ക് അപ്പുറത്ത് പോകാൻ മലക്കുകൾക്ക് സാധ്യമല്ല. മൊയ്തീൻ ഷെയ്ഖിനും സാധ്യമല്ല, അമ്പിയാക്കും സാധ്യമല്ല, മലക്കാക്കും സാധ്യമല്ല. പിന്നെ എന്തിനാ വഹാബികളെ ഞങ്ങളെ മുഴുവൻ കാഫിറാക്കിയത്? അപ്പൊ പഠിച്ചവൻ മനസ്സ് കാണാൻ മലക്കുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കൊടുത്തോ കൊടുത്തില്ലേ എന്ന് പറ, കൊട്ടക്കണക്ക് പറയല്ലേ. മനസ്സ് കാണും മലക്കുകൾ നന്മതിന്മകൾ രേഖപ്പെടുത്താനുള്ള കഴിവ് മലക്കുകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന് മാത്രമേ കഴിയൂ എന്നുള്ളത് പരിമിതമല്ലാത്ത, ഒരു പരിധിയുമില്ലാത്ത കഴിവുകളുടെ ഉടമസ്ഥനാണ് പടച്ചവൻ. പടച്ചവൻ കൊടുത്ത ഒരു മലക്കിന് കൊടുത്തു എന്ന് പടച്ചവൻ പറഞ്ഞ കഴിവുകൾ ആ മലക്കിനുണ്ടാകും. മലക്കുകളെ നന്മതിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കുവാൻ മലക്കുകൾക്ക് കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് വേറൊരാള് കൊടുക്കണ്ട, മലക്കാക്ക് അള്ള കൊടുത്തിട്ടും വേണം, മൊയ്തീൻ ഷെയ്ഖിന് അള്ള കൊടുത്തിട്ടും വേണം, അമ്പിയാക്കൊക്കെ അള്ള കൊടുത്തിട്ടും വേണം. ഇത് തിരിയാൻ ചങ്ങായിമാരെ ചക്കുങ്ങ പോണോ? റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങി തിന്നാ പോരെ? എന്തിന് സമുദായത്തിൽ ഈ കുഫറിന്റെയും ഷിർക്കിന്റെയും കലഹം കൊണ്ടുവന്നു? ഒരു നൂറ്റാണ്ട് തികഞ്ഞ വഹാബികൾ പൊളിച്ചെഴുതി നിന്റെ നശീകരണം. തിരിച്ചുപോ തറവാട്ടിലേക്ക്, മരിച്ചുപോ. ആഖിബത്ത് നന്നായി. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആ നവോത്ഥാനത്തിന്റെ കാളവണ്ടി പിരിച്ചുവിട്ട് ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ചൈതന്യം വിളംബരപ്പെടുത്തുന്ന ആലിമീങ്ങളെ പറകിൽ നിന്നോ. അവിടെ ദീനുണ്ട്, അവിടെ മതമുണ്ട്, അവിടെ ഖുർആനുണ്ട്, ഹദീസുണ്ട്.